ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിന്ന് എന്തിനെ പറ്റിയാണ് വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന്. അപ്പം ഡെലിവറിക്ക് പോകുമ്പം എങ്ങനെ ബാഗ് പാക്ക് ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ UK വന്നേക്കുന്ന എല്ലാ മലയാളികളും തന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം പ്രഗ്നൻസിയും അതിനോടനുബന്ധിച്ച ഡെലിവറി എല്ലാം തന്നെ ഒരു വലിയൊരു പ്രതിസന്ധി പോലെ നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യും. ഇത് ഇപ്പോൾ ഈ കൊറോണ ടൈമും കൂടെ ആയത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. കാരണം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും നമ്മളെ വന്ന് സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം. അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതുപോലെ അത് അവൈലബിൾ ആയിന്ന് വരത്തില്ല. കാരണം ഈ കൊറോണ ടൈമാണ്, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ആ ടൈമിലൂടെയാണ് ഞാനും കടന്നു പോയത്. അപ്പം എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ഈ ഒരു ടൈം പീരീഡിലാണ് നടന്നത്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഈ ടൈം ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് നമുക്ക് ആരെയും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് പ്രഗ്നൻ്റ് ആയവരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പം അതേപോലെ എന്നെപ്പോലെ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ആയിരിക്കും. അപ്പോൾ അവരെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. പിന്നെ നാട്ടിലൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി നാട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു തന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് ആരും ഇല്ലല്ലോ ചെയ്തു തരാനായിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡെലിവറിക്ക് UK നമ്മൾ ഡെലിവറിക്ക് വേണ്ടി പോകുമ്പോൾ ബാഗ് പാക്ക് ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും പിന്നെ അതുപോലെ കുറേ സൈറ്റിൽ കയറി നോക്കിയൊക്കെയാണ് ഞാൻ ഈ ബാഗ് പാക്ക് ചെയ്തത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് കുറേ സൈറ്റൊക്കെ അയച്ചു തന്നു. അങ്ങനെ അതിൽ നോക്കി ഞാൻ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ആദ്യം. എന്നിട്ട് ആ ലിസ്റ്റ് നോക്കി സാധനങ്ങൾ വാങ്ങിക്കുകയും ബാഗ് പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ബാഗ് പാക്ക് ചെയ്തതെന്ന് വെച്ച്. അത് അത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അവസാനം ഇടാം. അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ബാഗിലേക്ക് വേണ്ടിയിട്ട്. അതായത് 2 ബാഗാണുള്ളത്. ഞാൻ 2 ബാഗാണ് പാക്ക് ചെയ്തത്. ഒന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് എനിക്ക് വേണ്ടി, പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളൊരു ലിസ്റ്റും അതനുസരിച്ചുള്ള കാര്യങ്ങളും ഞാൻ പറയാം. അതിൻ്റെ അവസാനം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും വാങ്ങിക്കാനും വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ അധികം ഹസ്ബൻഡ് ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടി ബാഗ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. മെഡിക്കൽ നോട്ട്സ് എന്തായാലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളും. മെറ്റേണിറ്റി പാഡ്സ് അത് ആഫ്റ്റർ ഡെലിവറി ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അത് ഞാൻ ടെസ്കോയിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങിച്ചായിരുന്നു. ഞാൻ ലിങ്ക് താഴെ ഇടാം. പിന്നെ മെറ്റേണിറ്റി ബ്രീഫ്, അത് ഡിസ്പോസിബിൾ നിക്കേഴ്സാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചേഞ്ച് ബാഗ് ജസ്റ്റ് ഒരു കവർ കൊണ്ടുപോയി വേസ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവരാനായിട്ട്. പിന്നെ നമ്മൾ ഇടാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്തോ അത്. പിന്നെ വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ്, എന്തെങ്കിലും നടുവേദന ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സോക്സ്, സ്ലിപ്പേഴ്സ്, എനർജി സ്നാക്സ്, പിന്നെ ബ്രസ്റ്റ് ഫാറ്റ്സ് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. നമുക്ക് ഡെലിവറി കഴിഞ്ഞപാടെ അത്രയും പാലുണ്ടാവണമെന്നില്ല. ബ്രസ്റ്റ് ഫീഡിങ് ഫില്ലോ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും രാത്രിയിലൊക്കെ. അപ്പം കൊച്ചിനെ എടുത്ത് പാൽ കൊടുക്കാൻ നല്ലതായിരിക്കും. നിപ്പിൾ ക്രീം, മെറ്റേണിറ്റി ബ്ര, മെറ്റേണിറ്റി സാനിറ്ററി പാഡ്, ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ, നിപ്പിൾ ക്രീം, മെറ്റേണിറ്റി ബ്ര, മെറ്റേണിറ്റി സാനിറ്ററി പാഡ്സ്, ഇതൊക്കെ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചായിരുന്നു എങ്ങനെയാണ് ബാഗ് പാക്ക് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് കാണാം. കുറച്ച് സ്ലോയാണ്, അതുപോലെ തന്നെ ക്ലിയർ ആണോ എന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഹോട്ട് വാട്ടർ ബാഗ്, വാട്ടർ ബോട്ടിൽ എല്ലാം ഒക്കെയാണത്. ലിപ് ബാം, സോപ്പ്, തല കെട്ടാനുള്ളത്, പിന്നെ ചീപ്പ്, പേസ്റ്റ്, ഡിയോഡ്രന്റ്, അത്ര ഇതിലെ. പിന്നെ തോർത്ത്, ടർക്കി. ജസ്റ്റ് വെക്കട്ടെ.
പിന്നെ ഇത് വരാനുള്ളപ്പോൾ ഇടാനുള്ളതാണ്. അത് ഏറ്റവും അടിയിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് ഈ സൈഡിലോട്ട് വെക്കാം. പിന്നെ ഇത് എന്താ ഇത് കാണിക്കണ്ടല്ലോ, കോട്ടല്ലേ, കോട്ട് ഇതൊരെണ്ണം. പിന്നെ സോക്സും സ്ലിപ്പേഴ്സും ഇതിൻ്റെ സൈഡിൽ ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ വെച്ചു കേട്ടോ. പിന്നെ സോക്സും സ്ലിപ്പേഴ്സും സൈഡിൽ വെച്ച് തോർത്ത് ടർക്കിയും കൂടെ വേണം. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. മെറ്റേണിറ്റി പാർട്സ്, വാട്ടർ ബോട്ടിൽ, ഹോട്ട് വാട്ടർ ബാഗ്, ഇത് മെറ്റേണിറ്റി ബ്രീഫ്, ഡിസ്പോസിബിൾ ബ്രായ, അത് ഡിസ്പോസിബിൾ അല്ല. ഓക്കെ, ബ്രസ്റ്റ് പാഡ്. ഇനി ബേബിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. സമ്മറും വിൻ്ററും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാലും സെയിം തന്നെയാണ്. ബേബി വെസ്റ്റ് 3, സ്ലീപ്പ് സ്യൂട്ട് 3, നാപ്പീസ് ഞാനൊരു 10 എടുത്തു. ഹാറ്റും സോക്സും മിറ്റൻസും ഒരു കവറിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ആവശ്യത്തിന് എടുത്താൽ മതി. ബിബ്സ് എന്ന് പറയുന്നത് കഴുത്തിന് ചുറ്റും പാൽ കൊടുക്കുന്ന സമയത്ത് കെട്ടുന്ന, അത് വേണമെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ മുസ്ലിം ക്ലോത്ത് എന്ന് പറയുന്ന ഒരു ക്ലോത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ബേബിനെ കുളിപ്പിച്ചൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഇടാനായിട്ടൊരു ഉടുപ്പ് കൊണ്ടുപോകണം. സ്യൂഡോ ക്രീം, കാർ സീറ്റ്, ബേബി ക്ലീനിങ് വൈപ്സ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ ബാഗ് എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ബ്ലാങ്കറ്റ് ഞാൻ 2 കൊണ്ടുപോയായിരുന്നു. 2 ആവശ്യമുള്ളൂ. പിന്നെ ഈ കൊറോണ ടൈം ആയത് കാരണം കുറേ സാധനങ്ങൾ കൊണ്ടുപോയാലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അലക്കേണ്ടിയൊക്കെ വരും. അത് കാരണം കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറിയൊരു ബാഗ് വീട്ടിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് അത് ആവശ്യമുള്ള സാധനങ്ങൾ ഹസ്ബൻഡിനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതിയായിരിക്കും. ഇങ്ങനത്തത് അങ്ങനത്തെ ഒരു 3 ഉണ്ട്. ഇത് ഭയങ്കര കുഞ്ഞതാണെങ്കിൽ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഇത് 2 സൈസാ. ഞാൻ ഇത് 2 0 to 3 പക്ഷെ ഇത് അറിയില്ലല്ലോ എവിടെ വെക്കണ്ടെന്ന്. ബാഗിൻ്റെ എവിടെ എടുത്തു. ഈ സൈഡിലോട്ട് വെക്കട്ടെ. ജനിച്ച ഉടനെ കൊടുക്കേണ്ടത് ആദ്യം വെക്കണം. അത് നമ്മൾ ഏറ്റവും മുകളിൽ. അതെന്നതാ ഇത് ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും പുറത്തേക്ക് കൊണ്ടുവരാനൊരു കമ്പിളി പോലത്തെ ഇതേപോലത്തെ ഉടുപ്പാണ് വേണ്ടത്. ഇപ്പം നമ്മൾ വാങ്ങിച്ചില്ലല്ലോ, അത് ഒരെണ്ണം വാങ്ങിക്കാനുണ്ട്. അതിത് പിന്നെ കൊച്ചിൻ്റെ 2 സോക്സ്, പിന്നെ ക്യാപ്പ്, പിന്നെ സ്ക്രാച്ച് മിറ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഈ കയ്യിലിടുന്ന സാധനം. ഇങ്ങനത്തെ കയ്യിലിടുന്നത് മിറ്റൻസ്. അപ്പം ഞാനത് പടം ഒന്ന് കാണിച്ചേ മിറ്റൻസിൻ്റെ. പിന്നെ ഈ ഒരു ബിബ്സ്, ഇത് 3 ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഞാൻ വിചാരിച്ചു ഇതിലോട്ട് ഇടാണ്.
ഇതൊക്കെ ജനിച്ചതിന് ശേഷമുള്ളതല്ലേ? ഉടനെ ഉള്ളതല്ലല്ലോ. ജനിച്ചാൽ ഉടനെ എന്നാ കൊടുക്കണ്ടേ? ഇതല്ല, ഈ മൊത്തത്തിൽ ഈ ബാഗ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു കവറിലാക്കിയിട്ട് ഓക്കെ, ഇത് പുറത്തോട്ട് വെക്കുക. ഒരു കത്രയും കൊണ്ട് മുറിക്കേണ്ടി വരുമല്ലേ. പിന്നെ സ്യൂഡോ ക്രീമാ അത്ര എടുത്ത് കാണിക്കും. ഒത്തിരി അങ്ങനെ കാണിക്കും. പിന്നെ ഈ ഡ്രസ്സുകൾ ഇത് ഞാൻ ഈ ഒരു സൈഡിലോട്ട് വെക്കുന്നു. പിന്നെ സ്ലീപ്പ് സ്യൂട്ട് ഇങ്ങനത്തത് അതും ഒരു കള്ളിയിലോട്ട് വെച്ചേക്കാം. 3 എണ്ണം വേണമെന്നാണ് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വെക്കാല്ലേ. അതിനൊന്നും വെക്കാൻ സ്ഥലമില്ലല്ലോ കോപ്പിൽ. അത് വെച്ചോ. ഇനി ബേബി ബ്ലാങ്കറ്റുകളാണ് 3 എണ്ണം. ബേബി ക്ലോത്ത്സ് തുടയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു 4 എണ്ണം എടുത്തേക്ക്. അപ്പം ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു എങ്ങനെയാണ് ബാഗ് പാക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കൊച്ചിന് വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് അതെവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ ഓൾ.